കഴിഞ്ഞ ദിവസം മധുരയിൽ നടന്ന തമിഴക വെട്രിക്കഴകം മഹാസമ്മേളനം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുകയാണ്. വൻ ജനാവലിയാണ് ടിവികെ അധ്യക്ഷൻ വിജയുടെ പ്രസംഗം കേൾക്കാനായി എത്തിയത്. നടനും തമിഴക വെട്രിക്കഴകം പ്രസിഡന്റുമായ വിജയ് മധുര ജില്ലയിലെ പരപ്പതിയിൽ നടന്ന തന്റെ പാർട്ടിയുടെ 2ാം സംസ്ഥാനതല സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. പാർട്ടി വോളണ്ടിയർമാരുടെയും അനുയായികളുടെയും വലിയ ജനക്കൂട്ടത്തിനിടയിൽ നടത്തിയ പ്രസംഗം വരാനിരിക്കുന്ന രാഷ്ട്രീയ മത്സരങ്ങളുടെയും തമിഴ്നാടിനെ ബാധിക്കുന്ന പ്രധാന പ്രശ്നങ്ങളെയും കുറിച്ചുള്ള പാർട്ടിയുടെ നിലപാട് വിശദീകരിച്ചു. ടിവികെയുടെ പ്രത്യയശാസ്ത്രപരവും രാഷ്ട്രീയപരവുമായ നിലപാടുകളെ വിജയ് വിവരിച്ചു. ബിജെപിയെ പ്രത്യയശാസ്ത്രപരമായി എതിരാളിയായും ഡിഎംകെയെ രാഷ്ട്രീയ എതിരാളിയായും പാർട്ടി കണക്കാക്കുന്നു പറഞ്ഞു. ടിവികെ ഒരു സ്വാർത്ഥ സഖ്യങ്ങളിലും ചേരാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും പാർട്ടിയുടെ ഭാവി സമീപനം ആത്മാഭിമാനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളോടുള്ള പെരുമാറ്റം, നീറ്റ് പരീക്ഷ, സ്ത്രീകളുടെയും ന്യൂനപക്ഷ സമൂഹങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള സംസ്ഥാനത്തിന്റെ പ്രത്യേക വിഷയങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ വിജയ് ഉന്നയിച്ചു. പ്രസംഗത്തിൽ പ്രതീകാത്മക ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. വിജയ് തന്നെ ഒരു സിംഹത്തോട് ഉപമിക്കുകയും തന്റെ പാർട്ടി അംഗങ്ങളെ സിംഹക്കുട്ടികൾ എന്ന് വിളിക്കുകയും ചെയ്തു. ഇതിനിടയ്ക്കാണ് വിജയുടെ ചില പരാമർശങ്ങൾ വിവാദമായത്. മാർക്കറ്റ് ഇടിഞ്ഞപ്പോൾ അല്ല രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് എന്ന വിജയുടെ പരാമർശമാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. സിനിമാ രംഗത്ത് സജീവമായിരിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിനെക്കുറിച്ചുള്ള തന്റെ നിലപാടായിരുന്നു വിജയ് പറഞ്ഞത്. പിന്നീട് ഇത് വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. കമൽഹാസൻ ഉൾപ്പെടെയുള്ളവരുടെ പേരുകളാണ് ഇതിന് പിന്നാലെ ഉയർന്നു കേട്ടത്. പക്ഷേ ഈ വിവാദങ്ങളോട് കമൽഹാസൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ്. എന്റെ പേര് പറഞ്ഞു എന്നായിരുന്നു കമൽഹാസന്റെ ആദ്യത്തെ ചോദ്യം. വിലാസമില്ലാത്ത കത്തിന് മറുപടി അയക്കുമോ എന്നും വിജയ് തനിക്ക് അനിയനാണെന്നുമാണ് കമൽഹാസൻ പറഞ്ഞത്. പക്ഷേ ഇരുവരുടെയും ആരാധകരാണ് സമൂഹ മാധ്യമത്തിൽ പരസ്പരം മത്സരിക്കുന്നത്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.